ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ മലയാളി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിൽ ഫോൺ കോളിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേരുണ്ടെങ്കിൽ പിഷാരടിക്ക് നെഗറ്റീവായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു, പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഇതേ കണക്ക് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പിഷാരടി ചോദിക്കുന്നുണ്ട് എന്താണ് പരിപാടി എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഇപ്പം ക്രൗൺ പ്ലാസയിലാണ്, ഭർത്താവ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേന് പിഷാരടി ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ശ്വേത ചോദിക്കും എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് പരിപാടി എന്ന് ചോദിച്ച സമയത്ത് ഇങ്ങനെ ഭർത്താവ് വരുന്നുണ്ട്, അപ്പം ഭർത്താവ് വന്നിട്ടാണോ പരിപാടി എന്നുള്ള രീതിയിലൊരു തമാശ രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു അമ്മയിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഫുൾ വോയിസിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് പിഷാരടി ഉണ്ടെങ്കിൽ പാലക്കാട് ഇപ്പോൾ MLA ആയിട്ട് നിൽക്കില്ലേ, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു നേരത്തെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ കണക്ക് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് ഈ ഒരു പിഷാരടിക്കെതിരെ ഈ ഒരു ക്ലിപ്പൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് ചുമ്മാ അങ്ങനെ ഒരു തമാശ രീതിയിൽ സംസാരിച്ചതാണ്. പക്ഷേ അത് ഭയങ്കര സീരിയസ് ആയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വോയിസ് പുറത്ത് വന്നതിന് ശേഷം പിഷാരടിൻ്റെ അടുത്ത് തന്നെ മീഡിയ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം. ആ ഒരു അമ്മയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട്, മറ്റൊരു വോയിസിനെ കുറിച്ചൊന്നുമല്ല, ഫുള്ളായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച്. അപ്പം പിഷാരടി പറഞ്ഞൊരു കാര്യം അതുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് പുറത്ത് വന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അത് ആരാ പുറത്ത് വിട്ടേന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ പിഷാരടി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പം ഇതിനൊക്കെ മറുപടിയായിട്ടാണ് ബീന ആൻ്റണി വന്നിട്ടുള്ളത്. ബീന ആൻ്റണി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പിഷാരടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്വേതാ മേനോനെതിരെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയിൽ ശ്വേത വന്നതിന് ശേഷം കുറേയധികം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറേയധികം അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതിനുശേഷമാണ് രാജിവെച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിലാണ് പിഷാരടി വന്നിട്ട് ഇതൊക്കെ നേരെയാക്കാം, ഇതൊക്കെ സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സൊക്കെയാണ്. ഇപ്പം MLA ആയിട്ട് ജയിച്ച സമയത്ത് വരെ ഈ ഒരു പിഷാരടി ഉമ്മ വെച്ച രീതിയിൽ, കവിളിൽ ഉമ്മ വെക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും നല്ല ഫ്രണ്ടായിട്ടുള്ളൊരു വ്യക്തി കോൾ ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ശ്വേത പറയുന്നുണ്ട് എൻ്റെ സത്യാവസ്ഥ തെളിയിക്കും ഞാൻ, പിന്നെ അത് രാജിവെച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് എന്താണ് ഒന്നും അറിയാത്ത രീതിയിൽ ശ്വേത പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടതിൻ്റെ കാര്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും നല്ലൊരു വ്യക്തിത്വമായിട്ടുള്ള പിഷാരടി അപമാനിക്കുന്ന രീതിയിൽ ശ്വേത കാണിച്ചത് ശരിയായില്ല. ഇപ്പോൾ ഒരു MLA ആയിട്ടുള്ള ആൾ കൂടിയാണ് വ്യക്തി പിഷാരടി എന്ന് പറയുന്നത്. അപ്പോഴത്തേന് പിഷാരടി വില കളയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഒരിക്കലും ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വേത ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് ഈ ഒരു ബീന ആൻ്റണി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.